അതല്ലേ നമ്മൾ അറിയാതെ ചെയ്തു പോകത്തില്ലേ, വള തപ്പി ഒരു പ്രാവശ്യം ആയിരുന്നെങ്കിൽ ഓക്കേടാ, 3-4 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമ്മൾ സഹിക്കില്ല. അതാണ്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് പ്രവാസികൾക്ക് എന്നും ഓണമാണ്. ഇതുവരെ ഓണം തീർന്നിട്ടില്ല. ഏകദേശം 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഓണം തീർന്നിട്ടില്ല. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, അബിയുടെ ഓൾറെഡി ഒരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ ഇതിന് താഴെ ഇടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അബി ഓൾറെഡി ഒരു ഫിലിം സ്റ്റാറാണ്, ഓൾറെഡി ഒരു ഫിലിം റിലീസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ അറിയിക്കണമല്ലോ. നമ്മൾ പടത്തിൻ്റെ പേര് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഞാൻ 2 മൂവി ചെയ്തു. ഇപ്പം ആദ്യത്തെ പടത്തിന്റെ പേര് ലീഗ് മാരേജ് എന്നാണ്. സെക്കൻഡ് മൂവി പട്ടം, അതാണ് ഇനി റിലീസ് ആവാൻ പോകുന്നത്. അടുത്തൊരു മൂവി ചെയ്ത് കൊണ്ടിരിക്കുന്നു. ഇപ്പം ഓൺ ആൻഡ് ഓഫ് ആണ്. ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്നത് സെക്കൻഡ് ചെയ്ത പടമാണ്. അതെ. ഓക്കെ. അപ്പോൾ അബിയുടെ യൂട്യൂബിന്റെ ലിങ്കും വീഡിയോയുടെ താഴെ ഉണ്ടാവും. സോ കീപ് വാച്ചിങ്. നമുക്കിവിടെ ഓണക്കാഴ്ചകളൊക്കെ കാണാൻ, സദ്യകൾ കഴിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഒരുപാട് ലേറ്റ് ആയപ്പോൾ വിശന്ന് മനുഷ്യൻ്റെ ഊപ്പാടും ചാപ്പാടും ഒക്കെ ഇളവി നിൽക്കുകയാണ്. ഷാനസിക നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഷാനസികയാണ് ഇതിന്റെ അടുക്കളക്കൂട്ടത്തിന്റെ ഓണാഘോഷത്തിന്റെ ഷാനസിഖാന്റെ അമരക്കാരൻ പറയാം. ഷാനസിഖാണ് ഇതിന്റെ എല്ലാ ഇത് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പെണ്ണുങ്ങളാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഷാനസിഖയുടെ ഒരു സപ്പോർട്ടാണുള്ളത്. സുക്കി കോച്ചിങ് പോകാൻ ഇവിടെ എല്ലാവരും വെളിയിലിരുന്ന് ഊണ് കഴിക്കുമ്പോഴത്തേക്കും നൈസായിട്ട് ഇങ്ങനെ മാത്രം ഇവിടെ ഇരുന്ന് എന്തെടുക്കും പറയൂ. വൈ അതാണ് കിച്ചണിനകത്തിരുന്ന് അയ്യോ പോയി പിണങ്ങിപ്പോയി. തറയിലിരുന്ന് ചോറ് വയ്ക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇരിക്കാൻ പറ്റണില്ല, പാടാനായിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാം കണ്ടു, എല്ലാവർക്കും ഇത് തന്നെ പ്രശ്നം. ഇപ്പോൾ ഈ ചോറെല്ലാം വന്നു. ഇനി ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പാടാം. ഓണം നടത്തുമ്പോൾ, ഓണം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ആഘോഷിക്കണം, ഇങ്ങനെ ആഘോഷിക്കണം. ഇന്ന് പറ്റിയല്ലേ? അടിപൊളി. പപ്പടം പള്ളിക്കാൻ കയറി കിച്ചണിൽ തന്നെ വീണ്. റബ്ബറി വരട്ടെ. സമ്മാനം വടംവലി മജീദ് ചിങ്ങോലി സ്പോൺസർ ചെയ്യുന്ന 500 റിയാലാണ് സമ്മാനം. അത് ഷെയർ ചെയ്ത് മണി ഓർഡറായിട്ട് അയച്ചു ചെയ്തു. അപ്പൊ തോറ്റവർക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട്, തോറ്റവർക്കും ഉണ്ട്. കോൺസെൻട്രേഷൻ ആരും വിഷമിക്കണ്ട. ജയിച്ചവർക്ക് 500 റിയാൽ സ്പോൺസർ ചെയ്തിരിക്കുന്നു മജീദ് ചിങ്ങോലി. തോറ്റവർക്ക്
നമ്മുടെ ബെസ്റ്റ് കാറുകളുടെ പ്രോത്സാഹന സമ്മാനം നല്ല അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ആരും തോൽവിയും ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞ ഉടനെ ഡാൻസിനുള്ള കുട്ടികൾ തയ്യാറാവണം. പെട്ടെന്ന് എല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കാം പ്ലീസ്. റഫറി എന്നാലും തോറ്റു പോയല്ലേ. നമ്മള് നല്ലത് വലിക്കാൻ പോകുമ്പോൾക്ക് അവരാദ്യം വലിച്ചു കള്ളക്കളി. ഇല്ല, ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരാൾ വിസിലടി കഴിഞ്ഞിട്ട് ഇവിടെ കയറിന ഭംഗിയൊക്കെ നോക്കി നിൽക്കണുണ്ടായിരുന്നു. അതല്ല സംഭവമല്ല, അവര് ഗൈസ്, നമ്മൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ രണ്ടുപേരും ബാക്കി ഇരുന്ന പരിപാടി. കാരണം ഒന്നുകിൽ പിന്നെ അഭി സ്റ്റേജിലായിരിക്കും, ഞാൻ ബാക്കിലായിരിക്കില്ല, ഞാൻ സ്റ്റേജിലായിരിക്കും, അഭി ബാക്കിലായിരിക്കും. ഇതിപ്പോ നമ്മൾ രണ്ട് ബാക്കിൽ വെരി നൈസ് ആദ്യമായിട്ട് ടുഗദർ. ഇല്ലേ, കുറെ ആദ്യമായിട്ടല്ലേ നമ്മൾ. But we started our career in together in one stage actually with Albandar group. Then we split into different stages. Sometimes he anchor and I'll be singing. Sometimes I'm anchoring. He'll be watching. But this is the first time we are like an audience and I'm very happy. Okay. I'm very happy being with Sajin. നമ്മൾ നേരത്തെ പറഞ്ഞാൽ കബിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ ആക്ച്വലി എൻ്റെ ചാനൽ, യൂട്യൂബ് ചാനൽ ഞാൻ അത്ര ആക്റ്റീവ് ആക്കിയിട്ടില്ല. once my movie released, inshallah I'll be working on it. I'll be coming with new things in my YouTube channel, especially my performance and all. I hope everybody will support me and thank you so much Sajin for അപ്പോൾ ഇനിയിപ്പോൾ അബി എങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അബിയുടെ ഒരു കാര്യം ചെയ്യാം, ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലിങ്ക് അബിജോയ് ABHIJOY എനിക്ക് ഫേസ്ബുക്ക് ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റയില് അത് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. അബിജോയ് ABHIJOY. അപ്പോൾ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം സെയിം നെയിം തന്നെയാണ്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. പുതിയ ഡാൻസുകാരി വരുക, ഞാൻ ഡാൻസ് പിടിക്കട്ടെ. അതിനൊക്കെ പോസ്റ്റാ ശബാന അനുസരിച്ച് കിട്ടിയൂന ഓളോട് പോയി പാടി തകർന്നിട്ട് പോയാ കാണാനില്ല. ഫുൾ ടൈം പുള്ളി ബാക്കിലെ. പുള്ളി ഇപ്പൊ പറയാറ് നമ്മുടെ ക്യാമറ അടിച്ചുകൊണ്ട് പോയ കഥയൊക്കെ പറയാറ്. അപ്പൊ ഇനി അടുത്ത ഡാൻസ് അവിടെ കയറി. വെളിയില് എല്ലാരും പരിപാടി നടത്തുന്ന ബിസി, ഇവിടെ അകത്ത് കഴിച്ച ആൾക്കാരെയൊക്കെ പിന്നീട് കണ്ടോളാം. ബിജോയ്, മിസ്റ്റർ അൻഷ. ഒരു സദ്യ എന്ന് പറയുന്നത് സദ്യ പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് മതിയായിട്ടില്ല. അതുകൊണ്ടാണ് രാത്രി നമ്മൾ കഴിക്കുന്നത്. അല്ലാതെ അത് കാണുന്നുണ്ടോ? പറയൂ. അവര് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഫുഡാണ്ടാണ് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു ഒരുപാട് ഇരിപ്പുണ്ട്. ശരി. രണ്ട് വാക്ക് വളരെ ആവേശപൂർവ്വമുള്ള ഒരു ഓണാഘോഷമായിരുന്നു ഇവിടെ നടന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് മതിയായില്ല. അത്ര നല്ല ഫുഡായിരുന്നു. ഓണാഘോഷ പരിപാടി ഇത്രയും റിയാദിൽ നടന്നെങ്കിലും വളരെ മനോഹരമായിട്ട് ഫുഡ് കഴിക്കുവാൻ സാധിച്ചു. അതിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഓണത്തിന് വീണ്ടും കഴിക്കുകയാണ്. വളരെ സന്തോഷം. പ്രമുഖൻ അതാണ് ബെസ്റ്റ് കാർഗോടെ ഓൾ ഇൻ ഓൾ. നിങ്ങൾ ഇതിനാണ് സ്പെഷ്യലി
മറ്റേ സ്പോൺസർഷിപ്പ് കൊടുക്കണത് ഈ ഊണിന് വേണ്ടിയല്ലോ. എല്ലാം വേണം, എല്ലാം കൂടെ കൊടുത്തേക്ക്. നല്ല നല്ല ഇത് കൊടുത്ത ഓക്കെ തോറ്റ തന്നെ പുറത്തു നോക്കരുത്. സ്ട്രാറ്റജിക്കൽ മൂവ്സ് ഒക്കെ നടത്തിയിട്ട് തോറ്റില്ലേ? എന്നാ തൊപ്പി വെച്ചോ, ഒരു കൈയുടെ ബാക്കിയുണ്ട്. വീണ്ടും ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് നോക്കിയാണ്, പരിപാടിയിൽ തോറ്റ വ്യക്തിയുടെ പരിപാടി കണ്ടോ? അത് കാണുന്നുണ്ട് ചേട്ടാ. ഞാൻ പൊന്ന്, ഇവിടെ എത്ര പേര് കഴിക്കാണ്ടെന്നറിയോ? കുട്ടി, ഞാൻ കുട്ടിയെ കാണിക്കണോ? അവിടെ കിടന്നുറങ്ങണ കൊച്ച് തോറ്റോടി. ഞാൻ പൊരുതിയാണ് ജയിച്ചിരിക്കുന്നത്. എവിടെ ജയിച്ചു? ആദ്യമേ തോറ്റില്ലേ? ഞാൻ സെക്കൻഡ് തോറ്റില്ലേ? മത്സരിക്കേണ്ടിട്ട് മാത്രം സാരി കഴിച്ചിട്ടുണ്ട്. ഞാൻ മത്സരിക്കാനായിട്ട് എന്നിട്ടും തോറ്റല്ലോ. ബാക്കി നമുക്ക് ഭാഗ്യം വരും, തിരിച്ചു വരും. നിന്റെ ഉമ്മ എല്ലാം വന്നു കഴിഞ്ഞാൽ ഭാഗ്യം അപ്പോൾ വരും. ആ ഉമ്മ വന്നാൽ അല്ല, ഇന്ന് ഓണം കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം ഉള്ളു ഓണം. ഇല്ല, അതിനുണ്ടല്ലോ പരിപാടി. ഇല്ലല്ലോ, ഇനി അടുത്ത കൊല്ലം അടുത്ത ആഴ്ച തൊട്ട് മറ്റേ കേരള പിറവി തുടങ്ങുക. ഈ കൈ വെച്ചണ്ട. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ടിട്ട് പിന്നെ മറ്റേ ഇത് തുടങ്ങുകയാണ്, എന്താണ്, നവംബർ 1 കേരള പിറവി തുടങ്ങുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളാണ് ഇനി അടുത്ത ആഴ്ച മുതൽ തുടങ്ങുന്നത്. ഇനി അടുത്ത ആഴ്ചയിൽ എത്ര നാൾ ഇത് നിൽക്കുമെന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ പാക്കപ്പ് ചെയ്തു പോകാനായിട്ട് ഒരു സമ്മാനം കിട്ടി, അത് തന്നെ ഭയങ്കര സന്തോഷം. സോ അടുക്കള കൂട്ടത്തിന് ഇനിയും ഒരുപാട് മുന്നേറാനായിട്ടൊരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ മറ്റൊരു വീഡിയോ വീണ്ടുക. സോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് അസ്സലാം.